കഴിഞ്ഞ ദിവസം ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയ വ്യവസായി ഡോക്ടർ സി.ജെ. റോയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ അന്ത്യകർമ്മത്തിൻ്റെ ചടങ്ങുകൾ ബെന്നാർഘട്ടയിലെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ നടക്കുകയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബെന്നാർഘട്ട കൽക്കരയിലുള്ള ഈ റിസോർട്ടിലാണ് റോയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. റോയുടെ ആഗ്രഹമനുസരിച്ചാണ് ഇവിടെ ചടങ്ങുകൾ ഒരുക്കുന്നത്, ഇവിടെ അന്ത്യവിശ്രമം ഒരുക്കുന്നത്. കൽക്കര സെൻറ്റ് ജോസഫ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. രാവിലെ 9 മുതൽ പൊതുദർശനം ആരംഭിച്ചതാണ്. അവിടെ വ്യവസായ രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ എത്തി സി.ജെ. റോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അത്രയേറെ ഞെട്ടലോടെയാണ് റോയുടെ മരണവാർത്ത സുഹൃത്തുക്കളും വ്യവസായ മേഖലയിലെ മറ്റുള്ള സഹപ്രവർത്തകരുമൊക്കെ അറിഞ്ഞത്. അത് ഇന്ന് അവിടെ എത്തുന്നവരിലും കാണാമായിരുന്നു. അങ്ങനെ രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പൊതുദർശനത്തിനൊടുവിലാണിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ സി.ജെ. റോയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത്. വളരെ ഞെട്ടലോടെയാണ് സത്യത്തിൽ ആ വാർത്ത ലോകം കേട്ടത്. അത്രയേറെ പ്രതിസന്ധികളെ അതിജീവിച്ച ആളാണ് താനെന്ന് എപ്പോഴും പറയുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ സി.ജെ. റോയ്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്, ന്യൂസ് 18 കണ്ടത്, ദ എഡിറ്റോറിയൽ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് അദ്ദേഹം നൽകിയ അഭിമുഖമാണ്. ആ അഭിമുഖത്തിലടക്കം അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ നിമിഷവും സന്തോഷവാനായിരിക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും ഏറ്റവും സന്തോഷത്തോടെ പൂർത്തിയാക്കുക. ഇനി ബക്കറ്റ് ലിസ്റ്റിൽ ബാക്കി ഒന്നും അവശേഷിക്കുന്നില്ല. ഇന്നിപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാലും താൻ സന്തോഷത്തോടെ യാത്രയാവുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനൊടുവിൽ, അത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇതായി പുറത്തു വന്ന അഭിമുഖമായിരുന്നു. അതിനൊടുവിൽ ഈ ആദായനികുതി വകുപ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്പം സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. നിരന്തരമായി നടന്ന ആദായനികുതി വ്യവഹാരങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന് പറയുന്നു. കുടുംബം വലിയ ആരോപണമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദായനികുതി വകുപ്പ് സംഘമാണ് അവിടെ പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോഴും ദുരൂഹതകൾ ഒരുപാട് അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുമ്പോൾ അവിടുത്തെ CCTV ക്യാമറകളെല്ലാം ഓഫായിരുന്നു. അത് കുറച്ച് നാളുകളായി ഓഫായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തോക്ക് വന്നത്? അദ്ദേഹത്തിൻ്റെ ക്യാബിനകത്ത് സീറ്റിൽ നിറയൊഴിച്ച നിലയിൽ കാണപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് പലതരം വൈരുദ്ധ്യം നിറഞ്ഞ പല റിപ്പോർട്ടുകളും വന്നിരുന്നു. അദ്ദേഹം അമ്മയെ വിളിക്കാൻ പോയി, ആ സമയത്ത് നിറയൊഴിച്ചു. അദ്ദേഹം ക്യാബിനകത്തേക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കാനാണ് പോയത്, അതിനുശേഷം ക്യാബിൻ്റെ വാതിൽ അടച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങളിലൊന്നും ഒരു ആദായനികുതി വകുപ്പ് റെയ്ഡ് നടക്കുമ്പോൾ ആ തരത്തിൽ ഈ റെയ്ഡ് നടക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. വിനോദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിനോദ്, ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആത്മവിശ്വാസത്തോടെ മിനി സ്ക്രീനിൽ നിറഞ്ഞിരുന്ന കോൺഫിഡൻ്റ് എന്ന ബ്രാൻഡും അദ്ദേഹത്തിൻ്റെ മുഖവും ഒക്കെയാണ്. അദ്ദേഹം ആ ആഡംബര കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം സി.ജെ. റോയ് ഉള്ളത്. ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി അദ്ദേഹം കിടക്കുമ്പോൾ അതൊരു അവിശ്വസനീയമായ കഥ പോലെയേ തോന്നുന്നുള്ളൂ. അത്രയധികം വേദനയോടെയാണ് കുടുംബവും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുമൊക്കെ അദ്ദേഹത്തെ യാത്ര പറയുന്നത്. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല അദ്ദേഹത്തിന് യാത്ര പറയുക എന്നതല്ലേ. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സൗഹൃദ വലയങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരാളിനെയാണ് നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റേതൊരു സ്വാഭാവികമായ മരണമല്ല.
അകാലത്തിൽ വിട്ടുപോവുകയാണ് സി ജെ റോയ്. അതിൻ്റെ ഒരു വേദനയും ദുഃഖവും തന്നെയാണ് ഏവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ കൽക്കരെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അപ്പോഴും ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോഴും അദ്ദേഹത്തെ കാണാനായി നിരവധി പേർ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ദുരൂഹതകൾ അവശേഷിക്കുന്നു. അതിലെ അന്വേഷണം നടക്കുകയാണ്. SITയുടെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കും. കൽക്കരയിൽ തന്നെയുള്ള നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിലാണ് അദ്ദേഹത്തിന് അന്ത്യയാത്രയ്ക്കുള്ള ഇടം ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻ ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമത്തിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയിട്ടുള്ളതും. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. ആദ്യം അവിടെ പോലീസാണ്, ലോക്കൽ പോലീസാണ് കേസെടുത്തത്. പിന്നീട് കർണാടകയിലെ തന്നെ CID വിഭാഗത്തിന് ഈ കേസിൻ്റെ അന്വേഷണം കൈമാറിയിരുന്നു. അതിനുശേഷമാണ് SITക്ക് ഈ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ സമഗ്രമായ അന്വേഷണമാണ്. ED ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മൊഴിയെടുക്കുന്നതിന് വിളിച്ചു വരുത്തിയിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പറയുന്നത് ഈ വെടിയേറ്റ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ആ ദിവസം അങ്ങനെ കാര്യമായ പരിശോധനകൾ നടത്തിയിരുന്നില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ED ഉദ്യോഗസ്ഥർ മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ഇത് ആ ദിവസം നടന്ന പരിശോധനയല്ല, കഴിഞ്ഞ മാസം മുതൽ തന്നെ നടക്കുന്ന പരിശോധനയുടെ തുടർച്ചയാണ്. പക്ഷേ അദ്ദേഹം മാനസികമായി മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അല്ലെങ്കിൽ ഈ പരിശോധനകൾ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വശത്ത് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ആ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന അല്ലെങ്കിൽ അതിനുമേൽ കരുതലിലാകുന്ന രീതിയിലാണ് ഈ അന്വേഷണങ്ങൾ വന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിൽ അഭിനയിക്കുകയാണ്. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നു. ആ ചിത്രത്തിൻ്റെ റിലീസ് തീയതി നിശ്ചയിച്ച ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ സംഭവിക്കുന്നതും അദ്ദേഹം വെടിവെച്ച് മരിക്കുന്നതും. അതൊക്കെ തന്നെ ആ കുടുംബത്തിന് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ മാതാവിനെ വിളിക്കണം, അമ്മയെ വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് സംഭവ ദിവസം 3:30 അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് അവിടെ കയറി ആ വാതിലടക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊരു സംശയമൊന്നും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നതും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നടത്തിയ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്കും ഉൾപ്പെടെ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് അതിന് ആവശ്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ വംശീകൃഷ്ണയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘമാണ്, SIT അന്വേഷണ സംഘമാണ് ഇതിലെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെ 2 SP-മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അശോക് നഗർ പോലീസാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കർണാടക CIDക്ക് കൈമാറിയതും. പിന്നീട് SIT രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് SITക്ക് ഈ അന്വേഷണ ചുമതല കൈമാറിക്കൊണ്ടുള്ള കർണാടക സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തു വന്നത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിയമപരമായ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗം ഏർപ്പെടുത്തിയ വേദനയുണ്ട്, ആ വിടവുണ്ട്, അത് നികത്താനാകാത്തത് തന്നെയാണ്. കാരണം രാജ്യത്തിനകത്തും പുറത്തുമായുള്ള ബിസിനസ് ഗ്രൂപ്പാണ്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ടു തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന പേര്. ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ബിൽഡർമാർ ചുവടുറപ്പിക്കുമ്പോൾ ഒരുപക്ഷെ തലസ്ഥാനത്തിലൊക്കെ കേട്ടത് ഹീര ഗ്രൂപ്പിൻ്റെയോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയോ ആ തരത്തിലൊക്കെയുള്ള വളരെ മുൻപ് തന്നെ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ പേരുകളാണ്. അത് മാത്രമല്ല, പലപ്പോഴും ഇവർക്കൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേര് ലഭിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. സിനിമ, ടെലിവിഷൻ രംഗങ്ങളിലൊക്കെ തന്നെ വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് റോയ്. അദ്ദേഹം ഈ കലാപരമായ സവിശേഷത ഉള്ള ആളുകളെ വളർത്തുന്നതിൽ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. വെറുമൊരു ബിസിനസ്സുകാരൻ, എല്ലാത്തിലും ഇങ്ങനെ ഒരു കച്ചവട താല്പര്യം അതുമാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് പല റിയാലിറ്റി ഷോകളുടെയൊക്കെ പ്രധാന സ്പോൺസറായി അദ്ദേഹം വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ കരിയറിൽ തന്നെ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ നിരവധി കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പിന്തുണ, അദ്ദേഹം നൽകിയ സംഭാവന
അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ സംശയം ദൂരീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു നടപടിയിലേക്കാണ് കർണാടക സർക്കാർ പോയിട്ടുള്ളത്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അവിടെയും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. BJPയുടെ വേട്ടയാടലാണ് എന്നൊരു വാദം വരുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ നൽകുന്ന മൊഴി അങ്ങനെയല്ല, കാലങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഈ പരിശോധനാ നടപടികളാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മരിക്കുന്ന ദിവസം പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നില്ല എന്ന കാര്യം ഈ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇ ഡിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള ആരോപണമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം നൽകുന്ന വേദന, അദ്ദേഹത്തിൻ്റെ വേർപാട്, അദ്ദേഹത്തിൻ്റെ വിടപറയൽ, ഇതൊക്കെ തന്നെ താങ്ങാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മാതാവ്, മറ്റ് ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധിയായ ജീവനക്കാർ, അവരെല്ലാം തന്നെ വേദനയുടെ ഒരു അന്തരീക്ഷത്തിലാണ്. ഈ ED ജോയിൻറ്റ് ഡയറക്ടർ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഈ പരിശോധനയ്ക്കായി എത്തിയത്. കൃഷ്ണപ്രസാദിന് നേർക്കാണ് കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ മുഴുവൻ നീളുന്നതും. ഈ ഡിസംബർ മുതൽ നടക്കുന്ന ഒരു പരിശോധനയാണ്. വിദേശത്തായിരുന്ന റോയിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആ സമയം ഉച്ചയ്ക്ക് 3:30 വരെ, അതിനു മുൻപ് മണിക്കൂറുകളോളം ഉദ്യോഗസ്ഥരും റോയിയുമായി സംസാരിക്കുന്ന നിലയുണ്ടായിരുന്നു. അവിടെ പല കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് റോയി അങ്ങനെ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് പോയത്. അവിടെ തന്നെ ചില ചട്ടങ്ങൾ പാലിച്ചില്ല. ഇങ്ങനെ ED റെയ്ഡൊക്കെ നടക്കുമ്പോൾ ആ റെയ്ഡിന് വിധേയനാകുന്ന വ്യക്തിയെ അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, മറ്റുദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ അതൊക്കെ സംഭവിച്ചത്? എങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് പോയി? അദ്ദേഹത്തിന് ആ റിവോൾവർ എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു? അത് ഉപയോഗിച്ച് എങ്ങനെ വെടിവെച്ചു എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ബുള്ളറ്റ് കണ്ടെടുക്കുമ്പോൾ അത് ശരീരത്തിനുള്ളിൽ തന്നെ തറച്ചിരുന്ന നിലയിലായിരുന്നു. ഹൃദയത്തിനും ശ്വാസകോശത്തിനുമാണ് പരിക്കേറ്റത്. ഹൃദയത്തിനും ശ്വാസകോശത്തിനും മുറിവേറ്റിരുന്നു. ഒരു തവണ മാത്രമാണ് ഈ വെടിയേറ്റിട്ടുള്ളത്. അത് വളരെ അടുത്തു നിന്ന് വെടിവെച്ചാൽ മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും പോസ്റ്റ്മോർട്ടം ഫലം അത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ആ സ്വകാര്യ മുറിയിലെ കസേരയിൽ ചാരി ഇരിക്കുന്ന ഒരു നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഏതായിരുന്നാലും ഈ ഒരു സംഭവത്തിൽ കർണാടക സർക്കാർ വലിയ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ശ്രീജ, ബംഗളൂരുവിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്നാർഘട്ടയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിനോദ്, നമ്മൾ ഈ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ പല വാർത്തകളും വരുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാത്തതും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതുമൊക്കെ ആയിരിക്കും. പക്ഷേ CJ റോയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായി ഒരുപക്ഷെ നമ്മൾ കുറേ കാലത്തിന് ശേഷം കേൾക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന തരം വാർത്തയൊക്കെ നമ്മൾ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കഫേ കോഫി ഡേ ഉടമയുടെ ആത്മഹത്യയൊക്കെ പോലെയുള്ള സംഭവം. പക്ഷേ ഇതൊരു ആദായ നികുതി വകുപ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട് പൊതുവെ നമ്മളെപ്പോഴും പറയാറുള്ളത് ഇവർക്ക് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഒരു കഴിവുണ്ട് എന്നൊക്കെയാണല്ലോ. ഇതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുരൂഹതകൾ, ഓരോ ദിവസവും ഓരോ പുതിയ തിയറി എന്ന വണ്ണം കഥകൾ ഒരുപാട് ഇങ്ങനെ വരികയാണ്. ശ്രീജ, അങ്ങനെ തന്നെയാണ്. കാരണം CJ റോയിയെ അടുപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്തില്ല. കാരണം ഇത്രയും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.